ഇതാണ് നമ്മുടെ ഡേയ്സ് ഗോണിലെ ആദ്യത്തെ മിഷൻ. ഡീക്കൻ്റെ ബൈക്കിൻ്റെ കളഞ്ഞു പോയ ഫ്യൂവൽ പമ്പ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ്. ഈ ലൊക്കേഷനിൽ എവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്, ആ ഗ്യാരേജ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്താൽ ഫ്യൂവൽ പമ്പ് കിട്ടുമെന്നാണ് ബൂസറും ഡീക്കണും പറയുന്നത്. ഈ സ്ഥലം നോക്കി ഇവിടെ നിറയെ സോംബികളുടെ കളിയാണ്. വീടുകളുടെ മുകളിലൊക്കെ നിറയെ ചെറിയ ചെറിയ സോംബികൾ കയറിയിരിക്കുകയാണ്. വലിയ സോംബികളൊക്കെ മിക്കവാറും ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. നല്ല രസമുണ്ട്. ഗെയിമിൻ്റെ ആംബിയൻസ് വൻ രസമാണ്. ചെറുതും വലുതുമായ സോംബികളുടെ കളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ സോംബികൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് ചെന്ന് ഈ ഫ്യൂവൽ പമ്പ് എടുക്കാൻ പറ്റില്ല എന്നാണ് ബൂസർ ഡീക്കണിനോട് പറയുന്നത്. അപ്പോൾ ഡീക്കൺ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ബൂസറിനോട്, സോംബികളെ അട്രാക്ട് ചെയ്തുകൊണ്ട് നേരെ റോട്ടിലൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയിക്കോ, ഞാൻ പതിയെ പുറകുവശം വഴി പോയി ആരുടെയും കണ്ണിപ്പെടാതെ ഫ്യൂവൽ പമ്പ് അടിച്ച് മാറ്റിക്കോളാന്നാണ് ഡീക്കൺ പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. Like I said, not tonight. Run, you stinking sons of bitches! Come on, that's right. Here I am, motherfucker. ബൂസർ അത് അവിടെ വഴിയിൽ നിൽക്കുന്ന സോംബീസിനെല്ലാം ഹോണടിച്ചും പേടിപ്പിച്ചും പുറകെ ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നമുക്ക് പതിയെ ഈ പുല്ലിലൂടെ പതുങ്ങി പോയി നോക്കാം. നമുക്കിപ്പോൾ തൽക്കാലം ഇവരുമായിട്ട് എതിരിട്ട് നിൽക്കാനുള്ള അമോസും നമ്മുടെ കയ്യിലില്ല, വെപ്പൺസും ഇല്ല, ഒന്നുമില്ല. പതിയെ ഒളിച്ചു പോയി വേണം എടുക്കാം. തടി കേടാവാതെ എങ്ങനെയെങ്കിലും മിഷൻ അക്കംപ്ലിഷ് ചെയ്യണം. ദൂരത്തിന് അവിടെ കുനിഞ്ഞിരുന്ന് എന്തോ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ അല്ല, വേറൊരു സോംബിനെ തന്നെയാണ് തിന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് പതിയെ പുറകെ ചെന്ന് കുത്തിക്കൊല്ലാൻ നോക്കാം. ഓക്കെ, ഒറ്റ കുത്തിന് സോംബി പടമായിട്ടുണ്ട്. ഒരു ക്യാൻ മണ്ണെണ്ണ ഇരിക്കുന്നുണ്ട്, എടുത്തേക്കാം. പിന്നീട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് മെൾട്ടോവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പോലീസ് കാറുകളുടെ ഡിക്കിയിൽ വെടിയുണ്ട ഉണ്ടാകും. പോലീസ് കാർ എവിടെ കണ്ടാലും പോയി ഡിക്കി തുറന്നു നോക്കി വെടിയുണ്ട എടുത്ത് കയ്യിൽ വെച്ചേക്കണം. കിട്ടാവുന്ന വെടിയുണ്ടൊക്കെ എടുത്ത് കയ്യിൽ വെക്കണം. ഇതിലൂടെ പതുങ്ങി പോകാം. ഇത് അടുത്തവനിരിക്കണം. അവൻ്റെയും പതിയെ പിന്നിലൂടെ ഒച്ച ഉണ്ടാക്കാതെ ചെന്ന് പിന്നീന്ന് നട്ടലിന് കുത്തി ശരിയാക്കി ചാടി ഒഴിക്കുക. ആ വീടിൻ്റെ ജനാല ഒരെണ്ണം പൊട്ടിക്കിടക്കുന്നുണ്ട്, അതുവഴി അകത്ത് കയറണം. യെസ്, നമുക്ക് പോകേണ്ട ഡയറക്ഷൻ മാപ്പിൽ കാണുന്നുണ്ട്. നേരെ ആ ഡയറക്ഷനിൽ വെച്ച് പിടിച്ചാൽ മതി. ഇവിടെ നിന്ന് അത്യാവശ്യം വീടുകളുടെ ഉള്ളിലൊക്കെ എന്തായാലും കളക്റ്റബിൾസ് കാണും, എല്ലാം കളക്ട് ചെയ്യണം. ബാൻഡേജ് കിട്ടി. ഇപ്പോൾ തുടക്കമായതുകൊണ്ട് കൂടുതലും ബാൻഡേജും വടിയുമൊക്കെയാണ് കിട്ടുക. ബാറ്റ് കിട്ടി. ബാറ്റ് സോംബികളെ തലക്കടിക്കാൻ നല്ലതാണ്. ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് നോക്കാം. ഫ്രിഡ്ജിൽ നിന്നും ബാൻഡേജ് തന്നെ കിട്ടി. ഒരു മനുഷ്യന് ഇതിന് മാത്രം ബാൻഡേജ് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതാണ്ട് വീണ്ടും ബാൻഡേജ്. അല്ല, ആവശ്യം വരും. ഇതിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം ഹെൽത്ത് കിറ്റ് തന്നെയാണ്. ഓക്കെ, പുറത്ത് ചാടി. അടുത്ത കാർഡ് ഒളിക്കാനുള്ള കുട്ടിക്കാർഡ് നോക്കി പോകണം. കുട്ടിക്കാർഡാണ് ഇതിൽ നമ്മുടെ സർവൈവൽ. ആണ്ട് അടുത്തവനിരിക്കുന്നു, അവനെയും പുറകിൽ നിന്ന് കുത്തിക്കൊല്ലാം. നല്ല രസമാണ് ഇങ്ങനെ പുറകിലൂടെ യാതൊരു കുഴപ്പമില്ലാതെ പമ്മി ചെന്ന് പൊങ്ങിന്ന് കുത്തിക്കൊല്ലാൻ നല്ല രസമാണ്. ഓക്കെ, ഗ്യാരേജ് എത്തി തോന്നുന്നു. ഗ്യാരേജ് എത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണോ എന്ന് അറിയില്ല. എന്തായാലും ഒന്ന് കറങ്ങി നോക്കാം. സപ്രസർ കിട്ടി. പിന്നീട് തോക്ക് കിട്ടുമ്പോൾ തോക്കിൽ ഫിറ്റ് ചെയ്താൽ സൈലൻസറായിട്ട് ഉപയോഗിക്കാം. കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ആവശ്യ സമയത്ത് ക്രാഫ്റ്റ് ചെയ്യാനൊന്നും കയ്യിലുണ്ടാവില്ല. ഓക്കെ, മാപ്പ് കാണിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ വട്ടം ചുറ്റി ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇങ്ങനെ തന്നെ പോവാം. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ലൊക്കേഷൻ മാർക്ക് കാണിക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറണം. അവിടെ ചെരിഞ്ഞൊരു റൂം കാണാം, അതിൻ്റെ മുകളിലൂടെ കയറാൻ പറ്റേണ്ടതാണ്. പതിയെ ചാടി കയറാം. ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറി. ഓക്കെ, അവിടെ ഒരു റൂഫിലൊരു തുള കാണാം. അതിലൂടെ ചെറിയ സോംബി കുഞ്ഞുങ്ങൾ കയറി വരുന്നുണ്ട്. അടുത്ത് വരട്ടെ, തലക്കടിക്കണം. യെസ്, അങ്ങനെ തന്നെ രണ്ടിൻ്റെയും തലയടിച്ച് കിട്ടിക്കണം.
ചെറിയൊരു അടി പുറകിൽ നിന്ന് കിട്ടി. കുഴപ്പമില്ല, അടിച്ചവൻ്റെ തലയടിച്ച് ചമ്മന്തിയാക്കിയിട്ടുണ്ട്. ഒരുത്തനൂടി ഉണ്ട്, അവനെയും കൂടി. അവനല്ല, അവളാണ്, പെൺകുട്ടിയാണ്. ഇതിലങ്ങനെ ലിംഗഭേദമൊന്നുമില്ല, ആരെ വേണമെങ്കിലും കൊല്ലാം. മരുന്നും കിട്ടി. ഓക്കെ, നമുക്കിനി അതിൻ്റെ അടിയിലോട്ട് പോകാം. അതിനു വേണ്ടി ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്യാരേജിലെത്തി. ഇവിടെ ഒരുപാട് കളക്റ്റബിൾസ് കാണുന്നുണ്ട്. ഷെൽഫുകളിലൂടെയൊക്കെ പല സാധനങ്ങളും ഉണ്ടാവും. എടാ, എൻ്റെ ബാക്കിൽ ഇത് അടുത്തൊരു സോംബി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ അടിച്ച് ശരിയാക്കി. ഇനി ഇവിടെ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. സ്ക്രാപ്സ് ഉണ്ട്. സ്ക്രാപ്സ് നമുക്ക് ബൈക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നന്നാക്കാൻ സ്ക്രാപ്സ് വേണം. അതുകൊണ്ട് സ്ക്രാപ്സ് കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്യണം. കെറോസിൻ എല്ലായിടത്തും ഇഷ്ടം പോലെ കിട്ടും. കെറോസിൻ നമുക്ക് പെട്രോൾ ബോംബ് ഉണ്ടാക്കാൻ കെറോസിൻ ഉപയോഗിക്കാം. ഉണ്ടോ, കെറോസിൻ ക്രാഫ്റ്റ് ചെയ്തു, പെട്രോൾ ബോംബ് ക്രാഫ്റ്റ് ചെയ്തു, മൾട്ടോ. ഓക്കെ, ഇനി നമുക്ക് പതിയെ ഇതിൻ്റെ ഓക്കെ, അലമാരിയിൽ എന്താ ഉള്ളതെന്ന് ഇനി നോക്കാം. അലമാരിയിൽ എന്തെങ്കിലും ആവശ്യമുള്ളത് കിട്ടാതിരിക്കില്ല. മാക്സ് ആണ്. നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ മാക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ വെടിയുണ്ട ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് സ്ക്രാപ്സ് വീണ്ടും എടുക്കാം. ഓക്കെ, ഗോ. കാറിൻ്റെ ബോണറ്റ് തുറന്നാൽ അകത്തുനിന്ന് എന്തെങ്കിലും സ്ക്രാപ്സോ ചിലപ്പോൾ എന്തെങ്കിലും ഫിറ്റിങ്സ് ഒക്കെ കിട്ടും. മൂന്ന് സ്ക്രാപ്സ് കിട്ടി. ഓക്കെ, ആയിരിക്കുന്നു ബൈക്കിൽ നിന്ന് നമുക്ക് യെസ്, ചുവന്ന കളറിൽ ഫ്യൂൽ പമ്പ് ഉണ്ട്. ഫ്യൂൽ പമ്പ് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മിഷൻ അക്കംപ്ലിഷ് ആയി. ഇനി ബൂസറിൻ്റെ അടുത്ത് ചെല്ലുക, അതാണ്. ഇനി ബൂസറിൻ്റെ അടുത്തോട്ട് ചെന്നാൽ മതി. ബൂസർ അവിടെ പെട്ടിട്ടുണ്ട് ഗൈസ്. ബൂസറിനെ ആരാണ്? ബൂസറിനെ ഫ്രീക്കേഴ്സ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഈ വാതിൽ തുറന്ന് വേഗം ഓടി, സമയമില്ല. സോംബികളെ പിടിക്കാതെ ഓടിച്ചെല്ലണം. പോയി നോക്കാം. ഓക്കെ, ബൂസറിന്റെ ലൊക്കേഷൻ തൊട്ടടുത്തായി. ആ കിടക്കുന്ന കണ്ടെയ്നറിന്റെ അപ്പുറയാണ് ബൂസർ ഉള്ളത്. നമുക്ക് നോക്കാം. ബൂസറിന്റെ ഫ്രീക്കേഴ്സ് വിളിക്കുകയാണ്. ഈ ഫ്രീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തന്നെയാണ്, സോംബീസ് അല്ല. ഇവിടെ ഒരുതരം കൾട്ടായിട്ട് ജീവിക്കുന്നതാണ് ഈ ലോകത്ത്. ഈ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകത്ത് കുറേ മനുഷ്യരിങ്ങനെ ഒരു കൾട്ടായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം ജീവിതമാണ്. ഓക്കെ ഗൈസ്, സീ യു അഗെയിൻ.